ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജിമെയിൽ ID കൊടുത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യുന്നതെന്ന് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ മിനിമം വിഡ്രോ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 രൂപയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് ഒരു 200 കോയിൻ കിട്ടും. ഇതിൽ 200 കോയിൻ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു 300 കോയിനും കൂടി ഇതിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു 200 കോയിനും കൂടി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ UPIയിലേക്കും ആമസോൺ പേയിലേക്കും ബാങ്കിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അപ്പം ആ ഒരു 300 കോയിൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ ഏൺ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലേ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മണി ഏൺ ചെയ്യാൻ പറ്റും. അതിനാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ വാലറ്റ് കാണാൻ പറ്റും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓഫർ വാൾ. ഇവിടെ നിങ്ങൾക്ക് സർവേകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈവിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ലൈവ് ചെയ്തുകൊണ്ട്, അതായത് ലൈവുകൾ കണ്ടുകൊണ്ടും മണി ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും വിൻ ആൻഡ് ഏൺ പ്ലേ ഗെയിംസ്, അതേപോലെ സ്റ്റാർട്ട് ഏണിങ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അൺലിമിറ്റഡ് ഏർണിംഗ്, വിൻ എക്സ്ട്രാ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ്ട് 2000+ ചിപ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും സ്റ്റാർട്ട് ഏണിംഗ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒട്ടനേകം ആപ്ലിക്കേഷൻസുകൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻ ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സെയിം ടാസ്ക്കാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇവിടെ നോക്കുക, നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഇതിലൊന്നും നോക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആരും തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകത്തില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോയിൻ ക്രെഡിറ്റ് ആവുകയും അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ മുമ്പിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോയിൻ കാണാം 200 കോയിനാണ് ഈ ഒരു കോയിന്. അപ്പോൾ നമുക്ക് 400 കോയിനാണ് ടോട്ടൽ. പിന്നെ ഒരു 100 കോയിൻ കൂടെ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. താണ്ടെ ഏറ്റവും ലാസ്റ്റായിട്ട് മണി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാത്ത 250 കോയിൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇട്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തോളൂ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലും ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ചെക്ക് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരുന്നത്. ഫസ്റ്റ് നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ നെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് ചെക്ക് ലോൺ ഓഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കോയിൻ ക്രെഡിറ്റ് ആകും എന്നുള്ളത് നമുക്ക് നോക്കാം. സക്സസ്ഫുള്ളായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത വെബ്സൈറ്റിൽ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇവിടെ എക്സലൻറ്റിലാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെയും ഈ ഒരു ക്രെഡിറ്റ് സ്കോർ എക്സലൻറ്റിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നിൽക്കണമെന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു കോയിൻ ഒരു ആപ്ലിക്കേഷനിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിന്നാൽ മാത്രമേ ഒരു കോയിൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് ഇറങ്ങി നോക്കാം. ഇപ്പോൾ കോയിൻ ക്രെഡിറ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ ബാക്ക് ഇറങ്ങുന്നു. ഒന്നുകൂടി ഒന്ന് ബാക്ക് ഇറങ്ങുന്നു. ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ പറയുന്നുണ്ട് പിന്നെ 4 മുതൽ 5 ദിവസം വരെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോയിൻ ക്രെഡിറ്റ്, അതായത് 250 കോയിൻ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഓപ്പൺ ചെയ്യണം. 4 മുതൽ 5 ദിവസം എങ്കിൽ മാത്രമേ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബാക്ക് ഇറങ്ങി നോക്കാം. അപ്പോഴത്തേന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിസ്റ്ററിയുടെ ഐക്കൺ, അതായത് കോയിൻ്റെ തൊട്ട് ഹിസ്റ്ററിയുടെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇപ്പോഴൊന്നും കാണിക്കില്ല. നിങ്ങൾ ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും, ആ 250 കോയിൻ. ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്ത മണി എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മേലായിട്ട് ഒരു 200 കോയിൻ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും 200 കോയിൻ എന്ന് വെച്ചാൽ 2 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ചിപ്സ് എന്നാണ് കണക്കാക്കുന്നത്. 100 ചിപ്സ് എന്ന് വെച്ചാൽ 1 രൂപയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വിത്ഡ്രോ ചിപ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മിനിമം വിഡ്രോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 രൂപയായിരിക്കും UPIയിലേക്കും. ഇതേപോലെ ആമസോൺ പേയിലേക്കാണെങ്കിൽ 10 രൂപയായിരിക്കും. അതിനുശേഷം നിങ്ങൾ വിത്ഡ്രോ ചിപ്സ് എന്നുള്ളിടത്ത് തന്നെ നിങ്ങൾക്ക് UPI എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. UPI സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. 600 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആമസോൺ പേയിലേക്ക് ആണെങ്കിൽ 1000 രൂപയായിട്ടുണ്ടെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ 1000 കോയിനായിട്ടും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണുമ്പോൾ 1000 കോയിൻ ഉണ്ടെങ്കിൽ ആമസോണിലേക്ക് നിങ്ങൾക്ക് 10 രൂപയായിട്ടും വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് വെരിഫൈഡ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കമ്മ്യൂണിറ്റി ടാബിലും ടെലിഗ്രാം ചാനലിലും ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പക്കായിട്ട് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം.